കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. നികത്തുവീൻ നികത്തുവീൻ, വഴിയൊരുക്കുവീൻ, ജനത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളയുവീൻ എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ദൈവജനത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന ചില മേഖലകളെ അവിടെ നിന്ന് ദൈവം മാറ്റുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന തരത്തിൽ വെളിപ്പെട്ടു വരുന്നുവെന്ന് ഈ പ്രവചന ശബ്ദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. യെശയ്യാവ് എന്ന പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ നോക്കി പ്രവചിക്കുകയാണ്. നിങ്ങളുടെ മുൻപിൽ നിന്ന് ഇടർച്ചകൾ മാറുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് മീൻസ് നമ്മുടെ വഴിയിൽ നിന്ന്. എൻ്റെ അർത്ഥം എന്തോ, ഈ വഴി എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ സന്തോഷകരമായ സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് മുൻപിൽ വഴിത്തടസ്സം സൃഷ്ടിക്കുന്ന പല മേഖലകളും ഉണ്ടല്ലേ. സ്തോത്രം. അതൊരു പക്ഷേ വ്യക്തികളുടെ രൂപത്തിലോ ചില പ്രയാസങ്ങൾ പ്രതിസന്ധികളുടെ രൂപത്തിലോ കഷ്ടതയുടെ രൂപത്തിലോ സാമ്പത്തിക പ്രതിസന്ധികളോ ജോലിയില്ലായ്മകളോ സമാധാനക്കുറവുകളോ ഒക്കെ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങളായിട്ട്, അതായത് നമ്മുടെ മുന്നോട്ടുള്ള വഴികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മേഖലകളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു പെരുവഴിയെ നികത്തുന്ന വഴികൾ. സ്തോത്രം അല്ലേ. നികത്തുവിൻ വഴി ഒരുക്കുവിൻ എന്ന് പറയുന്നൊരു മേഖല. സ്തോത്രം എന്നാൽ അർത്ഥം കുഴിഞ്ഞു കിടക്കുന്ന, ഇല്ലെങ്കിൽ നമ്മളെ തള്ളിയിടുവാൻ തക്കവണ്ണം പാകത്തിന് കിടക്കുന്ന ചില കുഴികളുണ്ട്. എന്നാൽ ആ കുഴിയെ നികത്തുവിൻ എന്ന് പ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. അടുത്ത് പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടർച്ചയെ നീക്കിക്കളെ എന്ന് പറഞ്ഞ് ഇടർച്ച ഉണ്ടാക്കുന്ന മേഖലകൾ അല്ലേ. ഇടർച്ച എന്തുവാ? ഇടർച്ച എന്ന് പറയുന്നത് സ്മൂത്തായിട്ടുള്ള നമ്മുടെ പോക്കിന് വിപരീതമായിട്ട് അല്ലെ, സന്തോഷകരമായ പോക്കിന് വിപരീതമായിട്ട്. ഒന്ന് ഉദാഹരണം നമ്മൾ ചിന്തിച്ചാൽ, ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ആദാമിന് ദൈവം ഗാഢനിദ്ര കൊടുത്ത് സ്തോത്രം അവൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്നിനെ ഊരിയെടുത്ത് ദൈവം ഹവ്വായെ സൃഷ്ടിച്ചു അല്ലേ. ഹവ്വായെ സൃഷ്ടിച്ച് അങ്ങനെ രണ്ടുപേരും സന്തോഷകരമായി പോകുന്ന അവരുടെ എല്ലാ നമ്മുടെ ഇന്നത്തെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ സന്ധ്യപ്രാർത്ഥനകളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവം ആദാമിനോട് പറഞ്ഞതാണ് സ്തോത്രം, എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം നിനക്ക് തിന്ന, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ എന്ത് ചെയ്യരുത്? തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ ഭാഗത്തെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. സ്തോത്രം. എന്നാൽ പ്രൈസല് അവിടെ പറയുന്ന ഒരു കാര്യം, ഒരു സുപ്രഭാതത്തിൽ ആദാം ഇല്ലാതിരുന്ന ഒരു സമയത്താണ് പിശാച് പാമ്പിൻ്റെ വേഷം കെട്ടി ഏദെൻ തോട്ടത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടവന്നത്. അത് അവൻ്റെ സ്തോത്ര ചിന്തകളിലൂടെ പ്രവർത്തികളിലൂടെ ഹവ്വായെ വശീകരിച്ചാണ്. അതൊരു ഇടർച്ചയാണ്. കാര്യം ആദാമും ഹവ്വയും സന്തോഷകരമായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു ഫെലോഷിപ്പിൽ സ്തോത്രം ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഇടർച്ചയായിട്ടാണ് ആര് വന്നത്? പാമ്പ് അവിടെ പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടവന്നത് അല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുൻപിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ ഭാവിയിൽ, സ്തോത്രം നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ഇടർച്ച സൃഷ്ടിക്കുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടർച്ചയെ മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ആ ഇടർച്ച മാറി ഒരു വിടുതൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൽപ്പിക്കാൻ പോകുകയാണ്. എത്ര പേർ ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഈ ദൂത് വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടവരും. സ്വർഗ്ഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറണം. ഞങ്ങളുടെ മുൻപിൽ നിന്ന് ഇടർച്ചകൾ വഴിമാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.